Hi students. അപ്പോൾ നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് യൂണിറ്റ് ആയ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഓൾറെഡി നമ്മൾ പ്ലസ് വണ്ണിൽ എന്ത് പഠിച്ചിട്ടുണ്ട്, എന്താണ് അക്കൗണ്ട്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന വേർഡിൽ തന്നെ ഉണ്ട് അല്ലേ? നമ്മുടെ അക്കൗണ്ട്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു, റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ ഒരു സിസ്റ്റം യൂസ് ചെയ്ത് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, computerized accounting system facilitates timely production of management information reports, okay, which will help management to monitor and control the business effectively. നമുക്കൊരു റിപ്പോർട്ട് നമ്മൾ സാധാരണ മാനുവലി നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് നമ്മൾ ജേർണൽ എൻട്രി ചെയ്യും, അതിനുശേഷം ലെഡ്ജർ കീപ്പ് ചെയ്യും, അതിനുശേഷമാണ് നമ്മൾ ഓരോ റിപ്പോർട്ട്സ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെയും നമ്മൾ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന, നമ്മൾ എൻട്രീസ് ഒക്കെ ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും, ആര് സിസ്റ്റം തന്നെ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്ത് തരും, റിപ്പോർട്ട്സ് എല്ലാം ജനറേറ്റ് ചെയ്ത് തരും. സോ ബിസിനസ്സിലെ നമുക്ക് റിപ്പോർട്ട്സ് എടുക്കാൻ അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യാൻ അവിടെ ഇരിക്കുന്ന ഒരു അക്കൗണ്ടന്റിന് അല്ലെങ്കിൽ അതിലെ എംപ്ലോയീസിന് ആ ഒരു വർക്ക് മോണിറ്റർ ചെയ്യാൻ ഈസി ആയിരിക്കും ഒരു സിസ്റ്റം യൂസ് ചെയ്ത് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നുണ്ട് എന്താണ്, അക്കൗണ്ട്സ് നമ്മളൊരു സിസ്റ്റം മാത്രം മതിയോ, ഒരു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം മാത്രം മതിയോ നമുക്ക് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? പോരാ, അതിന് നമുക്കൊരു സോഫ്റ്റ്വെയർ കൂടെ വേണം അല്ലെ? അപ്പൊ കമ്പ്യൂട്ടർ യൂസ് ചെയ്തും പ്ലസ് അതിന്റെ കൂടെ ഒരു സോഫ്റ്റ്വെയറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട്സ് നമ്മൾ ഡിജിറ്റലൈസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇത് തന്നെയാണ് പറയുന്നത്, അക്കൗണ്ടിങ് മേക്സ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് accounting software packages to record, store and analyze financial data. ഫിനാൻഷ്യൽ ഡാറ്റനെ അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും എല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു, ഒരു കമ്പ്യൂട്ടറും അതിൻ്റെ കൂടെ തന്നെ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറും നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കിനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് നമ്മൾ എത്ര മാർക്കിനാണ് ഒരു തിയറി പാർട്ടിൽ വരുന്നത്, 3 മാർക്കിനാണ് വരുന്നത് ഈ ഒരു ചാപ്റ്ററിന്. അപ്പോൾ നമ്മളോട് അധികവും ചോദിക്കുന്നത് ഇതിന്റെ ഫീച്ചേഴ്സ്, കോമ്പണൻസ്, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഏത് കാര്യങ്ങൾ ചോദിച്ചാലും ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ഈ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന ടോപ്പിക് എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം. എന്തൊക്കെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്? 5 പോയിന്റ്സ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ? അപ്പോൾ അതിലെ ഫസ്റ്റ് പോയിന്റ് എന്താ, സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ്. സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട്, നമ്മൾ ഒരു മാനുവലി അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും സിംപിളസ്റ്റ് വേയിൽ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഓക്കെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിസ്റ്റം ത്രൂ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ത്രൂ നമുക്ക് ഫിനാൻഷ്യൽ ഡാറ്റാസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് ഫീച്ചർ വരുന്നത്, സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ്. നെക്സ്റ്റ് ഫീച്ചർ എന്താണ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. ഇവിടെ എന്താ പറയുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം പ്രൊവൈഡ് സഫിഷ്യന്റ് ടൈം ടു പ്ലാൻ, increase data accessibility and provide user satisfaction. ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ടത്ര സമയം എന്ത് ചെയ്യാൻ കിട്ടുന്നത്, പ്ലാൻ ചെയ്യാൻ കിട്ടുന്നുണ്ട്. നമ്മൾ വെറുതെ ഒരു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാണോ ചെയ്യാറ്? അല്ല, നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ മാനുവലി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സമയം നമുക്ക് ഈ ഒരു പ്ലാനിങ്ങിന് നമുക്ക് സമയം കിട്ടുന്നുണ്ട്. പിന്നെ എന്താണ്, ഇൻക്രീസ് ഡാറ്റ ആക്സസിബിലിറ്റി. എന്താ അത് പറയുന്നത്, നമ്മൾ മാനുവലി ഒരു കാര്യം ചെയ്യുന്ന, മാനുവലി അക്കൗണ്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഡാറ്റ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ് അല്ലേ? എന്താ ഒരു
ഒരു 4-5 വർഷത്തെ മുന്നിലേക്കുള്ള അല്ലെങ്കിൽ പിന്നിലേക്കുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത് എങ്കിൽ നമുക്കത് ഡാറ്റ എടുത്ത് ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇവിടെ നമുക്ക് എന്താണ് ഡാറ്റ എടുക്കാൻ കുറച്ചും കൂടെ ആക്സസ് എളുപ്പമാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, പ്രൊവൈഡ്സ് യൂസർ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഇത് ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ആ ഒരു യൂസർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ഓക്കെ, കാരണം കൃത്യമായ ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഡാറ്റ ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അല്ലെ. നമുക്ക് ഒരു ടൈം നമ്മളൊരു മാനുവലി ഒരു അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയത്തേക്കാൾ വളരെ ചുരുങ്ങിയ ഒരു സമയം മതി എന്തില് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്തിട്ട് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഫീച്ചർ ആയിട്ട് വരുന്നത്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ആക്യുറസി ആൻഡ് സ്പീഡ്. ആക്യുറസി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലെ, വളരെ കൃത്യമായ കാൽക്കുലേഷൻസ് ആണ് നമുക്ക് സിസ്റ്റം യൂസ് ചെയ്ത് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചെയ്യാൻ സാധിക്കുന്നത്. ഇപ്പോൾ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് എന്താണ്, കാൽക്കുലേഷൻസ് ആണ് അല്ലെ. അപ്പൊ ആ കാൽക്കുലേഷൻസ് കൃത്യമായിട്ടില്ലെങ്കിൽ നമ്മുടെ കണക്കുകൾ തെറ്റും. അപ്പൊ കൃത്യമായ രീതിയിലുള്ള കാൽക്കുലേഷൻസ് ആണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ മാനുവലി നമ്മളൊരു ചെയ്യാൻ എടുക്കുന്ന സമയം, കാൽക്കുലേഷൻ ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ 10 ഇരട്ടി 10 മടങ്ങ് ഫാസ്റ്റിലാണ് അല്ലെങ്കിൽ വേഗത്തിലാണ് സിസ്റ്റം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരുന്നത്. ഇതാണ് ഈ ഒരു ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ തേർഡ് വൺ ആക്യുറസി ആൻഡ് സ്പീഡ്. അടുത്ത പോയിന്റ് എന്താണ്, സ്കേലബിലിറ്റി. എന്താ സ്കേലബിലിറ്റി? നമുക്ക് മാനുവലി നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് ഒന്നിലധികം ആൾക്കാർ അല്ലെങ്കിൽ അക്കൗണ്ടന്റിനെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ the requirement of additional manpower is confined only to data entry operators and it costs almost nothing for processing additional transaction. നമുക്ക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് അക്കൗണ്ട്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാൻ പവർ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ അവരുടെ ബിസിനസിന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം പ്രോസസ്സിംഗ് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതാണ് സ്കേലബിലിറ്റി എന്നുള്ള ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് പോയിന്റ് നോക്കിയാലോ. ലാസ്റ്റ് പോയിന്റ് എന്താണ്, റിലയബിലിറ്റി. എന്താ റിലയബിലിറ്റി? അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ് അല്ലെ. പക്ഷെ സിസ്റ്റം യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമ്മൾ കണക്കുകൾ നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. റിപ്പോർട്ട്സ് ആണെങ്കിലും വളരെ കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ട്സ് ആയിരിക്കും നമുക്ക് എന്തിൽ കിട്ടുന്നത്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിലൂടെ കിട്ടുന്നത്. ഇതാണ് ഈ റിലയബിലിറ്റി എന്നുള്ള ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്, സിമ്പിൾ ആൻഡ് ഇന്റഗ്രേറ്റഡ്, ട്രാൻസ്പെറൻസി ആൻഡ് കൺട്രോൾ, ആക്യുറസി ആൻഡ് സ്പീഡ്, സ്കേലബിലിറ്റി, റിലയബിലിറ്റി. അപ്പൊ ഈ 5 പോയിന്റ്സ് കൃത്യമായി ഓർത്ത് വെക്കുക. ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. ആദ്യം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്താണെന്ന് എഴുതാം, ദെൻ ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഈ 5 പോയിന്റ്സ് അതിനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് കൊടുക്കാം. 3 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനുള്ളത് എളുപ്പത്തിൽ സ്കോർ ചെയ്യാം അല്ലെ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.